റായ് സാറിനോടൊപ്പം വീട്ടിന്റെ ഹാളിൽ രജനീഷ് അദ്ദേഹത്തിന്റെ മുൻപിൽ സോഫയിൽ ഇരിക്കുകയായിരുന്നു. റായ് സാർ അല്പം ടെൻഷനായിരുന്നു. ആ കൊട്ടാരത്തിൽ എന്റെ മുൻഗാമികളുടെ കാലത്ത് തുടങ്ങി ആരും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ആ കൊട്ടാരത്തിൽ പേടിപ്പിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടെന്ന് കേട്ടുകേൾവിയുണ്ട്. ശരി, ഇതിനെപ്പറ്റിയൊക്കെ നിനക്കെന്തെങ്കിലും അറിയാമോ? എനിക്കെല്ലാം അറിയാം സാറേ. എന്നാലും ഞാൻ അങ്ങയുടെ ആ കൊട്ടാരം ഒരു വലിയ ഹോട്ടലാക്കി മാറ്റി നിങ്ങൾക്കൊരു നല്ല പേര് ഞാൻ സമ്മാനിക്കും. ഇത് സമ്മതമാണെങ്കിൽ നീ അവിടെ പോകുന്നതിന് മുമ്പ് നിന്റെ കൈകൊണ്ടൊരു ഒപ്പിട്ട് തരണം. അരുതാത്തതെന്തെങ്കിലും ആ കൊട്ടാരത്തിൽ നടക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കാണെന്ന് എഴുതി തരണം. അങ്ങൊന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഞാൻ അവിടെ ഒരു ഹോട്ടൽ പണിയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. റായ് സാർ എത്രയോ പറഞ്ഞതിനു ശേഷവും രജനീഷ് തന്റെ 2 കൂട്ടുകാരോടൊപ്പം ചേർന്ന് ആ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ തയ്യാറായി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിനു ശേഷം ഇത് അവന്റെ ആദ്യത്തെ കോൺട്രാക്ട് ആണ്. അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചു. വൈകുന്നേരം 5 മണിക്ക് അവനും അവന്റെ 2 കൂട്ടുകാരും കൂടി ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ ഒരു ജോലിക്കാരൻ മാത്രമുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം, അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് ഗേറ്റ് വരെ വരാൻ സാധിച്ചില്ല. ഇവിടെ വരാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഭീകര കഥകളൊക്കെ കേട്ട് വരുന്ന വഴിക്ക് തന്നെ അവർ സ്ഥലം വിടും. സാരമില്ല, വിട്ടേക്ക് അങ്കിൾ. ഇതിൽ അങ്ങയുടെ തെറ്റൊന്നുമില്ലല്ലോ. ഈ കൊട്ടാരത്തില് ഒരുപാട് അറകളുണ്ട്. നിങ്ങൾക്ക് ഏത് മുറിയാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അവിടെ താമസിക്കാം. വളരെ നന്ദി അങ്കിൾ. എനിക്ക് മുൻപ് ഇവിടെ വേറെ ആരെങ്കിലും എഞ്ചിനീയർ വന്നിരുന്നോ? വന്നിട്ടുണ്ട്, പക്ഷെ ആരും ഇവിടെ താമസിച്ചില്ല. അല്ല, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത് അത് പറയൂ. കാരണം ഇവിടുത്തെ മാർക്കറ്റിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. എനിക്കിപ്പോ തന്നെ പോകണം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുണ്ടാക്കിയാൽ മതി. എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പയ്യെ പയ്യെ നേരം സന്ധ്യയായപ്പോൾ ആ അരണ്മനയ്ക്ക് ചുറ്റും ഒരുപാട് ഇരുട്ടായി മാറി. എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ തൊട്ടടുത്തൊന്നും ആരുമില്ലാത്തതുപോലെയായി. രാത്രി ഡിന്നർ കഴിക്കാനായി എല്ലാവരും ഹാളിൽ ഇരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഓരോരുത്തരായി ഇഷ്ടപ്പെട്ട മുറികളിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു സാധനങ്ങളും നശിപ്പിക്കാൻ പാടില്ല, മനസ്സിലായോ? ശരി സാർ, പക്ഷേ ഞങ്ങളിവിടെ കുറച്ച് നാളുണ്ടാകും. ഞങ്ങളിവിടെയുള്ള എല്ലാ റൂമുകളിലും താമസിക്കും. ഇത് പറഞ്ഞിട്ട് ബ്രിജേഷ് ചിരിച്ചു. രജനീഷ് ഡിന്നർ കഴിഞ്ഞ് തന്റെ റൂമിലേക്ക് പോയി. പക്ഷേ ബ്രിജേഷിനും സച്ചിനും എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ കൊട്ടാരം മുഴുവൻ ചുറ്റി നോക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവർ കൊട്ടാരം ചുറ്റി നോക്കാൻ തുടങ്ങി. വാവ്, ഈ മുറിയിലെ കതക് എത്ര വലുതാണെന്ന് കണ്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അകത്തുനിന്ന് നോക്കിയാൽ ആ കതകന് എത്ര വലുപ്പം ഉണ്ടാകുമല്ലേ? പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകളൊക്കെ താനെ മിന്നി തിളങ്ങാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ പുറകിൽ ഒരു ഭയങ്കര രൂപം നിൽക്കുന്നത് പോലെ തോന്നി. അതിനകത്തേക്ക് പോകണമെന്ന് മാത്രം വിചാരിക്കല്ലേ, അവർ വ്യത്യാസമായ കുരലിൽ സംസാരിച്ചു. എന്നിട്ട് പെട്ടെന്ന് ലൈറ്റൊക്കെ ശരിയായി. ലൈറ്റ്സ് ഒക്കെ ശരിയായതും ആ ലേഡി അവിടെ നിന്ന് മാഞ്ഞുപോയി. ഇത് നിന്റെ ശബ്ദമല്ലേ? അല്ല, ഇതെന്റെ ശബ്ദമല്ല. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നീയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവർ 2 പേരിൽ ആരോ ഒരാളാണ് ശബ്ദമുണ്ടാക്കിയതെന്ന് വിചാരിച്ച് അവർ 2 പേരും വഴക്കിടാൻ തുടങ്ങി. അല്ല, ഞാൻ സത്യമായിട്ട് പറയുക, ആ ശബ്ദം എന്റേതല്ല. പക്ഷേ നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു പ്രയോജനമില്ല. നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണ്. നീ ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയാലും ഞാൻ പേടിക്കത്തില്ല. ഞാൻ ഇവിടുന്ന് പോകുവാണ്. ഇത് പറഞ്ഞിട്ട് സച്ചിൻ കതക് തുറന്നു. കതകും തുറന്നു. എന്നിട്ട് അവിടെ പഴയ കാലത്തിലുള്ള ഒരു ബെഡ്, പിന്നെ ഭംഗിയുള്ള വിളക്കുകൾ, പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ, എത്ര വലിയ ലൈറ്റ് ആണല്ലേ! ഇത്ര വലിയ വിളക്കൊക്കെ ഇപ്പോ കോടീശ്വരന്മാരുടെ വീട്ടിൽ പോലും കാണാൻ സാധിക്കില്ല. ഒരു കാര്യം ചെയ്യാം, സാർ ഇവിടെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ സാധനം എടുത്ത് വിറ്റ് കളയാം, അല്ലേ? നീ പറഞ്ഞതും ശരി തന്നെയാണ്. ഇതാരും അറിയില്ലെന്നേ. ഈ ലൈറ്റിന് നല്ല കാശ് കിട്ടും. അപ്പോൾ ആ വിളക്ക് താനെ കത്തി അണഞ്ഞു. എന്നിട്ടത് അനങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് 2 പേരും പേടിച്ചു പോയി. എന്നിട്ട് പുറത്തേക്ക് ഓടി. പക്ഷെ അതിനു മുൻപ് തന്നെ കറണ്ട് മുഴുവനായി പോയി. എന്നിട്ട് ആ റൂം മുഴുവൻ ഇരുട്ടായി പോയി. അതിഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞതല്ലേ ആ റൂമിനകത്തേക്ക് പോകരുതെന്ന്. ആ ശബ്ദം കേട്ട് അവർ 2 പേരും പേടിച്ചു പോയി. സച്ചിൻ അപ്പോഴാണ് മനസ്സിലായത്, ആരോ അവന്റെ പുറകിൽ പിടിച്ചതുപോലെ. അവൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവൻ തറയിലേക്ക് വീണു. അപ്പോൾ അവന് ഫീലായി, അതായത് ആരോ അവന്റെ കയ്യിലേക്ക് പിടിച്ച് അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. അവന്റെ കാലുകൾ അവിടെയുള്ള കട്ടലയിലേക്ക് ഇടിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് അവനെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയെന്ന്.
വെളിച്ചം വന്നതും തന്നെ അവൻ വേറൊരു റൂമിലുള്ളത് അവന് മനസ്സിലായി. അവൻ ചുമരിൽ ചാഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവന്റെ മുൻപിൽ ആ അതിഭയങ്കര രൂപം നിൽക്കുകയായിരുന്നു. ഈ ചന്ദ്രാവതിയുടെ അരൺമനയെ പൊട്ടിച്ച് നിങ്ങൾ വേറെന്തോ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നു, അത് ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ഇത് പറഞ്ഞിട്ട് ചന്ദ്രാവതി അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ തുടങ്ങി. സച്ചിൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഞാനിപ്പോ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം, എന്നെ പോകാൻ അനുവദിക്കൂ. പെട്ടെന്ന് ചന്ദ്രാവതി വളരെ ശബ്ദത്തോടെ ഗർജിച്ചു. എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് പിടിച്ച് അത് തിരിച്ചോടിച്ചു. കഴുത്തൊടിഞ്ഞത് കൊണ്ട് സച്ചിൻ അവിടെ തന്നെ മരണപ്പെട്ടു. എന്നിട്ട് ചന്ദ്രാവതി അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഇനിയൊരു അറയിൽ ലൈറ്റ് കത്തിയപ്പോൾ അപ്പോൾ ബ്രിജേഷ് നോക്കി. അപ്പോൾ അവിടെ സച്ചിൻ ഇല്ല. സച്ചിൻ, സച്ചിൻ, എടാ പേടിത്തോണ്ടാ നീ ഇത് എവിടെ പോയി കിടക്ക? ഇത് പറഞ്ഞിട്ട് ബ്രിജേഷ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. കതകിനെ നോക്കി നടന്നു ചെന്നു. അപ്പോഴാണ് ആ വിളക്ക് താനെ ആടാൻ തുടങ്ങിയത്. ആ വിളക്ക് ആടുന്നത് കണ്ട് ബ്രിജേഷ് അവിടെ തന്നെ നിന്നുപോയി. എന്നിട്ട് പേടിയോടെ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ കറങ്ങുന്നേ? അപ്പോൾ ആ വിളക്ക് കൂടുതൽ വേഗതയോടെ ചുറ്റാൻ തുടങ്ങി. എന്നിട്ട് അവന്റെ പുറത്തേക്ക് അത് വീണു. ആ! ബ്രിജേഷ് ഉച്ചത്തിൽ കരഞ്ഞു. എന്നിട്ട് ആ വിളക്കിനടിയിൽ അവൻ കുടുങ്ങിപ്പോയി. സാറേ, എന്നെ രക്ഷിക്കണേ! സച്ചിൻ, എന്നെ രക്ഷിക്കടാ, വേഗം! അവന്റെ മുൻപിലും ചന്ദ്രാവതി വന്നു നിന്നു. അവരെ കണ്ടപ്പോൾ അവൻ ഒരുപാട് പേടിച്ചു പോയി. അത് ശരി, നീ എന്താണ് പറഞ്ഞത്? ഈ വിളക്കിനെ വിറ്റ് നീ കാശുണ്ടാക്കുമെന്നോ? ഇത് പറഞ്ഞിട്ട് ചന്ദ്രാവതി അവിടെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഉയറിലേക്ക് നോക്കി. അത് ആ വിളക്കിന്റെ ഉയരായിരുന്നു. അവരതിലേക്ക് നോക്കിയതും അത് കറണ്ട് ഷോക്കായി ബ്രിജേഷിന്റെ പുറത്തേക്ക് ചെന്നു. ആ! ഒരു ഭയങ്കര അലറൽ ശബ്ദത്തോടെ ബ്രിജേഷ് തന്റെ ജീവൻ വെടിഞ്ഞു. അവന്റെ ആ കരയുന്ന ശബ്ദം ദൂരത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രജീഷിന്റെ കാതിലേക്ക് വീണു. അവൻ ഞെട്ടി ഉണർന്നു. ഇത് ബ്രിജേഷിന്റെ സൗണ്ട് അല്ലേ? രജനീഷ് ചാടി എണീറ്റു. അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് ബ്രിജേഷിനെ തേടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ ആ റൂമിലേക്ക് എത്തി. അവിടെ ബ്രിജേഷ് വിളക്കിനടിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ സംഭവിച്ചു? സച്ചിൻ എവിടെയാണ്? സച്ചിൻ! ഇത് പറഞ്ഞിട്ട് അവൻ സച്ചിനെ തേടി പുറത്തേക്ക് പോയി. എന്നിട്ട് സച്ചിൻ അവിടെ മരിച്ചു കിടക്കുന്നത് അവൻ കണ്ടു. അവൻ കൂടുതൽ പേടിച്ചു പോയി. അപ്പോഴാണ് അവന്റെ മുൻപിൽ ചന്ദ്രാവതി വന്നു നിന്നത്. ഇപ്പോൾ നീയും മരിക്കാൻ പോകുന്നു. രജനീഷ് അവളെ കണ്ട് പേടിച്ചു പോയി. എന്നിട്ട് പുറത്തേക്ക് പോകാൻ കതകിനടുത്തേക്ക് പോയി. പക്ഷേ ഒരുപാട് ശ്രമിച്ചതിന് ശേഷവും കതക് തുറന്നില്ല. ഈ കതകം തുറക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാ? അപ്പോഴാണ് അവന് ഭീമിന്റെ ഓർമ്മ വന്നത്. എന്നിട്ട് അവൻ അവന്റെ റൂമിലേക്ക് പോയി. റൂം ആൾറെഡി അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. അങ്കിൾ, ഇവിടെ ഒരു ആത്മാവുണ്ട്, ഞാനത് കണ്ടു. ബ്രിജേഷിനെയും സച്ചിനെയും ആ ആത്മാവ് കൊല്ലുകയും ചെയ്തു. ഭീം വളരെ സമാധാനത്തോടെ എന്തു പറഞ്ഞെന്നാൽ, ആ ആത്മാവ് രാജ്ഞി ചന്ദ്രവതിയുടേതാണ്. അവരാണ് ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥ. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കണം, അല്ലെങ്കിൽ അത് നമ്മളെ രണ്ടുപേരെയും കൊല്ലും. അത് കേട്ടതും ഭീം വളരെ ശബ്ദത്തോടെ ചിരിക്കാൻ തുടങ്ങി. അനിയ, ആ ആത്മാവ് എന്നെ അന്ന് തന്നെ കൊന്നുകളഞ്ഞതാ. അതും ഞാനിവിടെ വന്ന ആദ്യത്തെ ദിവസം. ഇനി നിന്റെ ഊഴമാണ്. ഭീമിന്റെ കണ്ണുകൾ ചുവന്ന് തുടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് രജനീഷ് വീണ്ടും കതകിനെ നോക്കി ഓടാൻ തുടങ്ങി. പക്ഷെ അവിടെ ചന്ദ്രാവതി മുൻപേ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഈ കൊട്ടാരത്തിലേക്ക് ഒരു തവണ വന്നാൽ മതി. അതിനുശേഷം അവന്റെ ശവം മാത്രമേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ. പറഞ്ഞിട്ട് അവൻ ശബ്ദത്തോടെ ചിരിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രാവതി തന്റെ വാളുകൊണ്ട് രജനീഷിന്റെ കഴുത്തിനെ വെട്ടി അവന്റെ തലയെ തുണ്ടമാക്കി മാറ്റി. എന്നിട്ട് അവന്റെ ശരീരവും തറയിലേക്ക് വീണു ഒരുപാട് തുടിച്ചു. ഭീമും ചന്ദ്രാവതിയും അവിടെ നിന്നുകൊണ്ട് ആ ശവത്തിനെ നോക്കി ശബ്ദമിട്ട് ചിരിച്ചു. ഈ കൊട്ടാരം ഇത്രയും നാൾ ചന്ദ്രാവതിയുടേതായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ഇരിക്കും.